10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ റിസൾട്ട് എല്ലാം കഴിഞ്ഞു. നമുക്ക് ഒരുപാട് പേർക്ക് A+ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനായത് ഇവരോടെല്ലാം ഉള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, ഏത് ഗ്രേഡ് മേടിച്ച ആൾക്കാരായിക്കോട്ടെ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇനി എന്തായാലും ഇത് ജോലിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മുടെ ഈ A+ ഗ്രേഡുകളുടെ എല്ലാം ഏറ്റവും ടോപ്പിൽ പോകുന്നതൊക്കെ. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും എല്ലാവരും നമ്മുടെ ഇപ്പോൾ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം ഗൾഫിലോട്ട് മിഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ വെളിരാജ്യത്തോട്ട് മിഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഒരു സമയം കടന്നു പോയിരുന്നത്. പക്ഷേ ഇനി വരുന്ന ഒരു തലമുറ ഒരിക്കലും ജോലിക്ക് വേണ്ടി വെളിയിലുള്ള ഒരിടത്ത് കാലെടുത്ത് വെക്കരുത് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. കാരണം ഇനി വരുന്ന ഒരു തലമുറ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ പോകുന്നത്. ഒന്നാമത്തെ കാര്യം അവർക്ക് സ്കില്ലില്ലായ്മയല്ല, അവർക്ക് ക്ഷമയില്ലായ്മയാണ് ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നത്. അപ്പം ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലി അല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ബിസിനസ് തന്നെ ഒരു നല്ല ജോലിയാണ്. ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്ത് ഒരു ടാറ്റയെ പോലെയോ ബിർളയെ പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റേഞ്ചിലോട്ട് വരാൻ പറ്റുന്ന ആൾക്കാർ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരിൽ ഒരു 90% ആൾക്കാരും അതുപോലുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഈ ഗവൺമെന്റ് ജോലി വേണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കണമെന്നുണ്ട്. ഇനി ഒരു തലമുറ വരുന്നത് മൊത്തം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യുന്ന ആയി ഇരിക്കണം എന്നുള്ള ഒരു മനസ്സുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പം ഒരിക്കലും നമ്മളൊരു വെളിരാജ്യം കാണാൻ പോകുന്ന ഒരു സന്തോഷത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വെളിരാജ്യത്ത് പോകുന്ന ഒരു സെറ്റപ്പിൽ നിന്ന് മാറ്റി ഇനി വരുന്ന തലമുറ, നിങ്ങളെപ്പോലുള്ള തലമുറയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കട്ടെ ഇന്ത്യയിൽ.